പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സായങ്കാലം വലിയവനായ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവം തന്ന കൃപയോർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഇന്ന് 17-ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് തടവിലാക്കി. എന്താണ് അപ്പോസ്തലന്മാരെ പിടിച്ച് തടവിലാക്കിയതിന്റെ കാരണം എന്താണ്? ആ കാലം വരെ ജീവിക്കുന്ന പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും മഹാപുരോഹിതന്മാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം ഈ മുക്കുവന്മാരായ ഇവരാൽ നടക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. നിസ്സാരന്മാരെ കൊണ്ട് വലിയ പ്രവൃത്തികൾ നടക്കുന്നത് കണ്ടപ്പോ അധികാരികൾക്ക് ഇളക്കം തുടങ്ങി. അത് അന്നും ഇന്നും അതെ. എളിയവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ നടക്കുമ്പോ വലിയവർക്ക് വലിയ ദുഃഖമായിരിക്കും. ഞാന് വളരെ വർഷങ്ങളായി സൂര്യ ടിവിയിൽ പ്രോഗ്രാം നടക്കുന്ന കാലത്ത് ഹിന്ദു സമൂഹത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞ ഒരു സരോജിനി ഉണ്ട്. ഈ സരോജിനി 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പാസ്റ്ററുടെ ഹാളിൽ, അവരുടെ സ്വന്തം സഭയാണ്, അവർക്ക് സ്നാനപ്പെടുത്തിയ പാസ്റ്ററുടെ ഹാളിലാണ്. ആ 21 ദിവസമുള്ള ഉപവാസ പ്രാർത്ഥനയിൽ സരോജിനി പങ്കെടുത്തു. അവസാനം സരോജിനി അന്യഭാഷയിൽ സംസാരിച്ചു. അവൾ ആത്മാവിൽ ആനന്ദിച്ച് അവൾക്ക് ഒത്തിരി കൃപാവരങ്ങൾ ലഭിച്ചു. സരോജിനിക്ക് അന്യഭാഷ കിട്ടിയതോടെ സരോജിനി പ്രാർത്ഥിക്കുമ്പോൾ ചിലർ സൗഖ്യമാകാൻ തുടങ്ങി. സരോജിനിയെ അന്വേഷിച്ച ആളുകൾ വന്നു തുടങ്ങി. ഉടനെ പാസ്റ്റർക്ക് അസ്വസ്ഥത തുടങ്ങി. പാസ്റ്ററിന്റെ അടുത്തേക്ക് ആരും വരുന്നില്ല, എല്ലാവരും സരോജിനിയുടെ അടുത്തേക്ക് പോവുക. സരോജിനിയായി ചർച്ചിലെ ഹീറോ. ഉടനെ തന്നെ പീഡനം തുടങ്ങി. പുള്ളിക്കാരത്തേക്ക് വിലക്കുകളായി, കുറ്റങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ടിവിയിൽ ഞാൻ പ്രസംഗിച്ച വചനം ആ സ്ത്രീയെ, ആ സരോജിനിയെ നന്നായിട്ട് ആകർഷിച്ചു. അവരെ ഒത്തിരി സംസാരിച്ചു, ആശ്വസിപ്പിച്ചു. കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു, എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആത്മീയ ഗോളത്തിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ യഹൂദന്മാരുടെ ഇടയിൽ എന്തുകൊണ്ടില്ല? ഈ മുക്കുവന്മാരായി ഇവരെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കൽ, അവരിൽ കൂടെ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ, വലിയ വിടുതലുകൾ കണ്ടപ്പോ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനപ്പുറത്തേക്ക് പോയി. അപ്പൊ യഥാർത്ഥത്തിൽ ശിഷ്യന്മാർക്കെതിരായി സദൂക്യരും പരീശന്മാരും പുരോഹിതന്മാരും എതിരായത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇവിടെ പറയുകയാണ്. ായവരുടെ പ്രവർത്തനങ്ങളിൽ ദീർഘനാളുകളായിട്ട് അവർക്ക് ലഭിക്കാത്തത് ഇവർക്ക് ലഭിച്ചത് കണ്ടപ്പോൾ ഇവർക്ക് അവരോട് അസൂയ തോന്നി. ലോകത്ത് വളരെ സ്വാധീനം ചെലുത്തുന്ന, വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, വ്യക്തികളിൽ വലിയ ബന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വലിയ തിന്മയാണ് അസൂയ. അസൂയ പുറമെ പ്രകടമായിട്ടൊന്നും പെട്ടെന്ന് വന്നു എന്ന് വരില്ല. അത് ഉള്ളിൽ ഒതുക്കി അങ്ങ് കൊണ്ടുപോകും. പക്ഷെ ഒരു നാളിൽ അത് പൊട്ടിപ്പുറപ്പെടും. അർബുദം പോലെ പൊട്ടി ഒഴുകും. അത് അസൂയ പൊട്ടി ഒഴുകുമ്പോൾ മുതൽ കലഹം ആരംഭിക്കും. ഇഷ്ടക്കുറവുകളും നീരസവും വെറുപ്പും പകയും വിദ്വേഷവും കൊല ചെയ്യണമെന്നുള്ള തോന്നലും ഏത് വിധത്തിൽ അടിച്ചൊതുക്കാം, അടിച്ചിരുത്താം, നശിപ്പിക്കാം, ഇതിനെക്കുറിച്ചുള്ള വ്യഗ്രതകളെല്ലാം അങ്ങ് ആരംഭിക്കും. ഇപ്പോ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഓർക്കണം, അസൂയ ഒരു ഗുരുതരമായ പാപമാണ്. അസൂയ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ഷുഗർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? നമുക്ക് ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്കത് അന്വേഷിക്കാം. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ എത്രയാണ്, അതിന്റെ ലെവൽ എത്രയാണെന്നൊക്കെ നമുക്കറിയാം. പനി ഉണ്ടെങ്കിൽ തെർമോമീറ്റർ ഉപയോഗിച്ചാൽ നമുക്കറിയാം പനി എത്രത്തോളം ഉണ്ട് എന്ന്. എന്നാൽ നമ്മിൽ അസൂയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ അറിയും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും?
മറ്റൊരാളുടെ നന്മയിൽ ഹൃദയപൂർവ്വം സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഹൃദയത്തിൽ അസൂയ ഉണ്ടെന്നാണ്. സ്വയം പരിശോധിക്കണം. വേറെ ആരും അറിയുന്നില്ലല്ലോ. നിങ്ങൾ തന്നെ സ്വന്തം മറ്റൊരാൾക്ക് സന്തോഷകരമായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കാത്ത ഒരു പദവിയോ, നമുക്ക് ലഭിക്കാത്ത ഒരു സ്ഥാനമോ, നമുക്ക് ലഭിക്കാത്ത ഒരു അംഗീകാരമോ നമ്മളെക്കാൾ അവഗണിക്കപ്പെട്ടവർക്കോ തള്ളപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നിസ്സാരമെന്ന് സമൂഹം പറയുന്നവർക്കോ ലഭിച്ചാൽ നമ്മളുടെ ഉള്ളിൽ അവരെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തിയിൽ അസൂയ ഉണ്ട് എന്നതാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? മറ്റുള്ളവരുടെ ഉയർച്ചയിൽ, വളർച്ചയിൽ, നന്മയിൽ നമുക്ക് ഹൃദയപൂർവ്വം സന്തോഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഹൃദയത്തിന്റെ ഏതോ ഒരു കോർണറിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാജവെമ്പാലയാണ് അസൂയ. അത് ഉചിതമായ സമയത്ത് അത് അതിന്റെ തനിനിറം കാണിക്കും, അതിന്റെ ഉഗ്രവിഷം ചീറ്റും. പ്രിയമുള്ളവരെ, ഇവിടെ ശിഷ്യന്മാർ അവർ ഒരു തെറ്റും ചെയ്തില്ല. അവർ അറിഞ്ഞ സത്യം, അവർ ഗ്രഹിച്ച സത്യം, അവർ അനുഭവിച്ച സത്യം അവർ പങ്കുവെച്ചു എന്നുള്ളതല്ലാതെ ഒരു തെറ്റും രാജ്യത്തോടോ ഭരണകർത്താക്കളോടോ പുരോഹിതന്മാരോടോ രാജാക്കന്മാരോടോ ആ പാവങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്തു ചെയ്യാനാ? അവരുടെ ഉള്ളിൽ അസൂയ പെരുകി, കുറ്റം കണ്ടെത്താനുള്ള തത്രപ്പാടിലായി. അപ്പോ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. ഞാനതിന്റെ അടിയിൽ ഒരു 2-3 വര വരച്ചു. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ പോയി കാരാഗ്രഹത്തിന്റെ വാതിൽ സ്വർഗത്തിലെ ദൂതൻ തുറന്നു. അവിടെ കൂട്ടായ്മ നടത്തിയിട്ടില്ല. പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ എന്നതുപോലെ ഉപവാസ പ്രാർത്ഥനയോ ജാഗരണ പ്രാർത്ഥനയോ ഒന്നും നടത്തിയില്ല. അതൊന്നും ചെയ്തില്ല. പക്ഷെ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും അകത്ത് കിടക്കുന്നത് ആരാണെന്ന് അറിയാവുന്ന ദൈവം അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചിന്തിച്ച് നമ്മുടെ ആത്മീയ ലെവൽ സൂക്ഷിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എല്ലാ ആളുകളും പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ നമുക്ക് പറ്റില്ല. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാനും നമുക്ക് പറ്റില്ല. എല്ലാവരും പറയുന്നത് പറയാനും നമുക്ക് പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒത്തിരി നിയന്ത്രണത്തിലാണ്. എന്ത് നിയന്ത്രണം? ക്രിസ്തേശു നിമിത്തമുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വചനം സംബന്ധിച്ച് നമ്മൾ പാരതന്ത്രരാണ്, അഥവാ നമ്മൾ സ്വാതന്ത്ര്യമില്ലാത്തവരാണ്. ക്രിസ്തേശുവിന്റെ വചനം നമ്മൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ജഡത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. അതൊക്കെ എവിടെയാണ്? ദൈവവചനത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദൈവവചനം പഠിച്ചിട്ടുള്ള ഭക്തന്മാരിലൂടെ, ദൈവവചനം പഠിപ്പിക്കാൻ സമർത്ഥരായ വിശുദ്ധന്മാരിലൂടെ ഈ സത്യ സന്ദേശം കൈമാറുകയാണ്, നമ്മളെ കേൾപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഓർക്കൂ, അസൂയ നിറഞ്ഞാൽ കണ്ണിൽ എന്താണെന്നൊന്നും അന്വേഷിക്കില്ല. കയ്യിൽ കിട്ടുന്നത് പോലെ, വായിൽ വരുന്നത് പോലെ ഒക്കെ നമ്മൾ പെരുമാറും. ഇവിടെ പറയുകയാണ്, 2 ചേരിയായിട്ട് തിരിഞ്ഞു. എങ്ങനെ?
സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ എന്താണ് അവിടെ രണ്ട് ചേരിയായത്? ഇവരെ വെറുതെ വിടണമെന്നോ ഇവരെ ശിക്ഷിക്കരുതെന്നോ ഇവരെ വെറുതെ വിട്ടുകൂടാ എന്നോ ഇവരെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുകയാണ്. രണ്ട് ഗ്രൂപ്പ് അവിടെ ഉടനെടുക്കുകയാണ്. അങ്ങനെ ഇവരെ തടവിൽ പാർപ്പിച്ചു വരുമ്പോൾ കർത്താവിന്റെ ദൂതന്റെ കയ്യിൽ കാരാഗ്രഹത്തിന്റെ താക്കോലുണ്ട്. രസമതല്ല, ആ കാരാഗ്രഹം ആരും തുറന്നില്ല. റിയലെ മുന്നോട്ട് വായിച്ചു വരുമ്പോ കാണാം ആ കാരാഗ്രഹം ലോക്കഡാണ്. അത് ആരും തുറന്നിട്ടില്ല. പക്ഷേ അവർ നോക്കുമ്പോൾ അകത്ത് രണ്ടുപേരെ കാണുവാനില്ല. പ്രതികൾ, കുറ്റവാളികൾ കാരാഗ്രഹത്തിന് പുറത്ത് ആലയത്തിൽ പ്രസംഗിക്കുന്നു. കാരാഗ്രഹത്തിന്റെ ഇരുമ്പഴികൾ തുറക്കപ്പെട്ടിട്ടില്ല. അവർ ചുറ്റും നടന്ന് പരിശോധിച്ചു, എങ്ങനെയാണ് ഇവർ പുറത്തിറങ്ങിയത്? അവർ ഏറെ ചിന്തിച്ചു, എങ്ങനെ ഇത് സംഭവിച്ചു? അവർക്ക് എങ്ങനെ പുറത്തു വരാനായിട്ട് കഴിഞ്ഞു? ഇത് അവരുടെ ഇടയിൽ വലിയൊരു ചർച്ചയായി. ഇവിടെ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. എങ്ങനെയാണ് ദൂതന്മാർ പുറത്തു വന്നത്? കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. പുറത്ത് ആവശ്യമുള്ളവരെ അകത്തിട്ട് ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. നമ്മളൊക്കെ ഇന്നങ്ങ് തുറന്ന് വിട്ടിരിക്കുകയാണ്. അനധിവിദൂര ഭാവിയിൽ കർത്താവിന് വേണ്ടി നിന്നാൽ ജയിലുകൾ പണിയപ്പെടുന്നു. ജയിലുകൾ ഉയരുന്നു. നമ്മളെ പോലെയുള്ളവരെ, നീതി നിഷേധിക്കപ്പെടുന്ന വർഗത്തെ അതിലാക്കേണ്ടതിനായി അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, യേശു കർത്താവിന്റെ സാന്നിധ്യം പൊതു തടവിലായതുകൊണ്ട് അവർ കയറിയപ്പോൾ മുതൽ ദൈവമക്കൾ അനുഭവിക്കുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ മുഖത്ത്. അവരെ കാണുമ്പോൾ ചിലർക്ക് മനസ്സിലാവും അതൊരു ദൈവവൈതലാണെന്നാ തോന്നണേ. നമ്മൾ പറയും ഒരു സുവിശേഷകനാണെന്നാ തോന്നുന്നത്. കാരണം നമുക്ക് ആ മുഖത്ത് നോക്കുമ്പോൾ അതിൻ്റെതായ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത നമുക്ക് അതിനകത്തുണ്ട്. ഞാൻ പറയട്ടെ, അപ്പോ അകത്ത് കിടന്ന പത്രോസും യോഹന്നാനും ഇപ്പോൾ അവർ ദൈവാലയത്തിൽ പ്രസംഗിക്കുന്നു. എന്ത് സംഭവിച്ചു എന്നറിയാൻ അവർ ആയിരുന്ന കാരാഗ്രഹത്തിലേക്ക് അവർ ഓടിയെത്തി. കാരാഗ്രഹം പൂട്ടപ്പെട്ട് കിടക്കുന്നു. ഒരു തകരാറുമില്ല കാരാഗ്രഹത്തിന്. പക്ഷേ താക്കോലൊക്കെ ഇവരുടെ കയ്യിലാണ്, അധികാരികളുടെ കയ്യിലാണ്. മേൽക്കൂരയൊന്നും ആരും പൊളിച്ചിട്ടില്ല, ജനലുകളൊന്നും തുറന്നിട്ടില്ല. പക്ഷെ രണ്ടുപേർ അവിടെ ഇല്ല എന്നത് പരമാർത്ഥം. പോകട്ടെ ദൈവമക്കളെ, നമ്മുടെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്.
അവൻ നമ്മളെ ഒറ്റയ്ക്ക് വിട്ട് കളിപ്പിക്കുന്നവനല്ല. അവൻ നമ്മോട് ചേർന്ന് നടക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ വാതിൽ തുറന്നത് ആരാണ്? കർത്താവിന്റെ ദൂതൻ വന്ന് വാതിൽ തുറന്നു. പിന്നെ അത് ആർക്കും അടയ്ക്കാൻ പറ്റുന്നേ? ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ആ വാതിൽ തുറന്നു തന്നെയിരുന്നു. തുറക്കപ്പെട്ട വാതിലിനകത്തുകൂടെ ഈ തടവിലാക്കപ്പെട്ട അപ്പോസ്തലന്മാർ പുറത്തേക്ക് ഇറങ്ങി. വാതിൽ അങ്ങനെ തന്നെ ക്ലോസായി, ലോക്കായി. അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ തടവ്, ക്രൈസ്തവ സഭയിലെ ഭക്തന്മാർക്ക് ലഭിക്കുന്ന ആദ്യ തടവ്. രാത്രിയിൽ കർത്താവ് അങ്ങനെ അവരെ വിടുവിച്ചു. വിടുവിക്കുക മാത്രമല്ല, അവരോട് പറഞ്ഞു 20-ാമത്തെ വാക്യത്തിൽ, ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. നമ്മളോട് ഇങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും നമ്മളോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ. എല്ലാ ജനത്തോടും ഈ ജീവന്റെ വചനം പ്രസ്താവിപ്പീൻ. എല്ലാവരെയും ഈ വചനം അറിയിപ്പീൻ. ആ നിയോഗം നമ്മളെയാണ് കർത്താവ് ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. ആ കാലത്തെ പ്രമാണിമാർക്കോ, ആ കാലത്തെ പൗരോഹിത്യ വൃന്ദത്തിനോ, ആ കാലത്തെ ഉപദേശിമാർക്കോ, സുവിശേഷ വേലക്കാർക്കോ അല്ല. അവനത് ഏൽപ്പിച്ചിരിക്കുന്നത് സഭയെ. സഭയാണത് ഏറ്റെടുക്കേണ്ടത്. വ്യക്തികൾ ഏറ്റെടുക്കുമ്പോഴാണല്ലോ സഭയാകുന്നത്. എന്താണ് ഏറ്റെടുക്കേണ്ടത്? ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിക്കണം. തടവിലാക്കപ്പെട്ട ശിഷ്യന്മാരെ തടവിനകത്ത് ദൈവം ഉപയോഗിക്കുകയാണ്. വചനം ചിതറിപ്പായുകയാണ്. അവർ കേട്ടു, എല്ലാ ജനത്തോടും പ്രസ്താവിപ്പേനെന്ന് പറഞ്ഞു. അവർ കേട്ടു, അവർ അനുസരിച്ചു. പുലർച്ചെ അതിരാവിലെ എഴുന്നേറ്റ് അവർ ഉപദേശിപ്പാനായി ദൈവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ എപ്പോഴും ആളനക്കമുണ്ട്, ആളുണ്ട്. അവരുടെ അടുക്കൽ ചെന്ന് ക്രൂശിന്റെ സന്ദേശം കൊടുക്കാൻ ഇവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപ്തരാക്കി. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിതാണ്, ജീവന്റെ വചനം എല്ലാ ജഡത്തോടും പ്രസ്താവിപ്പീനെന്ന് പറഞ്ഞു. അവർ കേട്ടു. അവർ ആ വാക്ക് കേട്ടു. എല്ലാവരോടും അത് പ്രസ്താവിക്കണം, എല്ലാവരെയും അത് അറിയിക്കണം. പറയാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ നിത്യതയിൽ പോകും? ഇതെല്ലാം പരസ്പരം പരസ്പരം ബന്ധിതമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സാധ്യതകളെല്ലാം കർത്താവിനായി തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ബന്ധനങ്ങളെല്ലാം ദൈവം അഴിക്കും. നമ്മുടെ തടസ്സങ്ങളെ കർത്താവ് മാറ്റും. നമ്മുടെ വഴികളെ മാറ്റിയിടുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോ അവർ കേട്ടു. ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീനെന്ന് പറഞ്ഞു. അവർ കേട്ടു. പുലർച്ചയ്ക്ക് ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് അവർ ചെന്ന് ജനത്തെ ഉപദേശിക്കാൻ തുടങ്ങി.
മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. സേവകർ ചെന്നപ്പോൾ അവരുടെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗൃഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുടർന്നപ്പോഴേ അകത്ത് ആരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദൈവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായിത്തീരുമെന്ന് അവരെ കുറിച്ച് ചഞ്ചലിച്ചു. കേട്ടോ അവിടെ ദൈവാലയ പ്രമുഖന്മാർ ഈ സാധുക്കളെ കൊണ്ട് ചെയ്യുന്ന വലിയ പ്രവൃത്തികൾ കണ്ട് അത്ഭുത പരതന്ത്രരായി നിൽക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ ആവേശം തളം കെട്ടിക്കിടക്കുകയാണ്. അന്തം എന്താകുമെന്നറിയാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ യഹൂദ മത നേതാക്കന്മാരിൽ നിന്നുള്ള എതിർപ്പ് വകവയ്ക്കാതെ വിളിക്കപ്പെട്ട സുവിശേഷവുമായി മുൻപോട്ട് പോയി. അതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യം, എതിർപ്പുകളെ വകവയ്ക്കാതെ ശുശ്രൂഷ ഏൽപ്പിച്ചവനെ യാത്ര കഠിനമാണ്. എന്നാൽ വലങ്കൈക്ക് പിടിച്ച ഒരു ദൈവം, ഒരു കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് ജയം സുനിശ്ചിതമാണ്. പതറല്ലേ ദൈവമക്കളെ, പതറല്ലേ, ക്ഷീണിക്കല്ലേ. നമ്മുടെ ജീവിതം കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. ഒന്ന് പറയാമോ? നെഞ്ചത്ത് കൈവച്ച് ഹൃദയം കൊണ്ട് പറയാമോ? എന്റെ ജീവിതം എന്റെ കർത്താവിൽ സുരക്ഷിതമാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ ഹൃദയം എന്റെ യേശു കർത്താവിൽ സുരക്ഷിതമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ജീവന്റെ വചനം എല്ലാവരോടും പ്രസ്താവിപ്പാൻ ഏൽപ്പിച്ചു. ഒന്ന്, ബന്ധിക്കപ്പെട്ടവർ, ആദ്യത്തെ തടവ്. തടവിലുള്ളവർക്ക് പുറത്തു വരാൻ മനുഷ്യന്റെ ലോക്കഴിക്കണ്ട, മനുഷ്യന്റെ കെട്ടുകൾ അഴിക്കണ്ട. കെട്ടപ്പെട്ട ശരീരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ലാസർ പുറത്തു വരും. ബന്ധിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ മഹിമയോടെ പുറത്തേക്ക് വരും. ഇവിടെ സംഭവിക്കുന്നതും അത് തന്നെയാണ്. ദൈവവചനം അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ അവർ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവർ കേട്ടു. പുലർച്ചയ്ക്ക് ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. അതിരാവിലെ ഉപദേശിച്ചു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി ഒരു അർജന്റ് ജനറൽ ബോഡി മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു അർജന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു. എന്തായിരിക്കാം കമ്മിറ്റിയുടെ അജണ്ട? നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ അജണ്ട, ഈ പ്രസ്ഥാനം ഇങ്ങനെ പോയാൽ ഒരൊറ്റ യഹൂദന്മാരുണ്ടാകില്ല. എന്ത് ചെയ്യണം? നമ്മൾ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. വളരെ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, വചനം പ്രസംഗിക്കണം, വചനം പരക്കണം, വചനം മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിച്ചേരണം. പുലർച്ചെയാണെന്ന് ഓർക്കണം ഈ സംഭവം. അതിരാവിലെ സമയം. നമ്മൾ മോർണിംഗ് ഫെലോഷിപ്പിന് എഴുന്നേൽക്കുന്നത് പോലെ നമ്മളെ ആരും തല്ലിക്കൊട്ടി എഴുന്നേൽപ്പിക്കുന്നതല്ലല്ലോ. നമ്മുടെ ഉള്ളിൽ ഒരു സമർപ്പണമുണ്ട്. എനിക്കതിൽ സംബന്ധിക്കണം. എല്ലാ ദിവസവും ആ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അനുഗ്രഹമാണ്.
എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അതൊരു അനുഗ്രഹമാണ് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതല്ലോ. പ്രിയ ദൈവമക്കളെ, അതുപോലെ ഇവരുടെ പാരമ്പര്യം അനുസരിച്ച് ഇവരും എന്ത് ചെയ്തു? അധികാലത്ത് എഴുന്നേറ്റു. അവർ എഴുന്നേറ്റ് നേരെ ദൈവാലയത്തിലേക്ക് ചെന്നു. അവരവിടെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവരുടെ ജ്ഞാനം അതിഗംഭീരമായിരുന്നു. അവരുടെ വാക്കുകളുടെ ചടുലത വളരെ ഗംഭീരമായിരുന്നു. അവരുടെ സമർപ്പണം വളരെ ഉന്നതമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. സേവകർ ചെന്നപ്പോൾ അവരെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. ഇപ്പോൾ അവരെവിടെ ഇല്ല? കാരാഗൃഹത്തിലില്ല. അവരെവിടെ പോയി? അവരെവിടെ പോയി? അവരെ സ്വർഗത്തിലെ ദൂതൻ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരിതാ ദൈവാലയത്തിൽ പതിവ് പോലെ പ്രസംഗിക്കുന്നു. നിങ്ങൾ ആ ഭാഗം ഒന്ന് ധ്യാനിച്ചു നോക്കണം, ഒന്ന് ചിന്തിച്ചു നോക്കണം. എത്ര വലിയ കാര്യമാണ് ദൈവം ചെയ്തത്. കാരാഗ്രഹം പൂട്ടി അതിന്റെ താക്കോല് കയ്യിൽ പിടിച്ച് അവർ പുറത്ത് പോയതാണ് ഭരണാധികാരികൾ. എന്നാൽ ആരുടെയും കയ്യിലിരിക്കുന്ന താക്കോൽ വേണ്ട, നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കാൻ ആരുടെയും പരസഹായങ്ങൾ വേണ്ട. നമ്മളുടെ ബന്ധനങ്ങളെ അഴിക്കാൻ സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്നവന്റെ വാക്ക് മതി, വചനം മതി. ആ ഒരു വിടുതൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി. അവരെ തടവിൽ കിടന്നവരെയും വിളിപ്പിച്ചു. അഥവാ തടവിലായിരുന്ന പത്രോസിനെയും കൂട്ടരെയും വിളിപ്പിച്ചു വരുത്തി. ചെന്നപ്പോൾ 22-ാമത്തെ വാക്യം, ചെന്നപ്പോൾ അവരെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. അവർ അന്തം വിട്ടിട്ടുണ്ടാവും. എവിടെ പോയി ജയിലിൽ കിടന്നവർ? എന്താണ് സംഭവിച്ചത്? എങ്ങനെ പുറത്തുപോയി? എന്നാൽ കാരാഗൃഹം തുറന്നിട്ടില്ല. കാരാഗൃഹത്തിന്റെ കാവൽ നിൽക്കുന്നവരും ഉറങ്ങിയിട്ടില്ല. അവരും അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ കണ്ടു തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. ദൈവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായിത്തീരും എന്ന് അവരെ കുറിച്ച് ചിന്തിച്ചു. ഇതാണ് പ്രശ്നം. ഇതാണ് ഇവരുടെ പ്രശ്നം. ഈ പോക്ക് പോയാൽ എന്തായിത്തീരും? പൗരോഹിത്യ ഗണത്തിന്റെ ഒരു വലിയ തകരാറാണിത്. സാധാരണക്കാരിലൂടെ വലിയ ശുശ്രൂഷകൾ നടക്കുന്ന കാണുമ്പോൾ പലരും മനസ്സിൽ പറഞ്ഞു നോക്കും, ഈ പോക്ക് പോയാൽ എന്തായിത്തീരും? പ്രൈസ് ദി ലോർഡ്. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മളെ ഉന്നതങ്ങളിൽ നടക്കുമാറാക്കുന്ന ഒരു കർത്താവ് നമ്മൾക്കുണ്ട്. ഉന്നതങ്ങളിൽ നടക്കുമാറാക്കുന്ന ഒരു യേശു അപ്പച്ചൻ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. സേവകർ ചെന്നപ്പോ കാരാഗൃഹത്തിൽ കണ്ടില്ല. അവരെ തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല എന്നറിയിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദൈവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായിത്തീരുമെന്ന് അവരെ കുറിച്ച് ചഞ്ചലിച്ചു. അപ്പോൾ ഒരുത്തൻ വന്ന്, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തടവിൽ കിടന്നവർ ദൈവാലയത്തിലെത്തിയിരിക്കുന്നു. തടവിൽ കിടന്നവർ ദൈവാലയത്തിൽ ഉപദേശിക്കുന്നവരായി മാറിയിരിക്കുന്നു. ഇതെന്തൊരത്ഭുതം! ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇതാണ് അത്ഭുതം. ദൈവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായിത്തീരുമെന്ന് അവരെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഒരുത്തൻ,
വന്നു. നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുന്നത് ബോധിച്ചു. പടനായകൻ സേവകരുമായി ചെന്നു. ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലം പ്രയോഗിക്കാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്നു ന്യായാധിപ സംഘത്തിന് മുൻപാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് തുടർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ നടത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ശിഷ്യഗണത്തെ, വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്ന ആ ശിഷ്യഗണത്തെ ദൈവം കൈവിടാതെ മുറുകെ പിടിച്ച് അവരെ ജയോത്സവമായി നടത്തുകയാണ്. ചോദിക്കാത്തത്, നനയ്ക്കാത്തത്, ഉന്നതമായത്, വലിയ വലിയ പദവികൾ നൽകാൻ അവരുടെ കരങ്ങളിൽ ഉണ്ടല്ലോ. പ്രിയ ദൈവമക്കളെ, കാരാഗ്രഹത്തിനകത്ത് സർവശക്തനായ ദൈവം കടന്നു ചെന്ന് അധികാരികളെ ഒരു ചുമതല ഏൽപ്പിച്ചു. എന്ത്? നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കണം. ഇവിടുത്തെ സുഖത്തിലും ഇവിടുത്തെ സൗകര്യത്തിലും നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളുടെ യാത്ര ആകെ പകുതിയായിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ തങ്ങരുത്. നിങ്ങൾ പോകുവീ. നിങ്ങൾ പോകുവീ. കർത്താവ് നിങ്ങളെ അയക്കുന്നു. 25-ാമത്തെ വാക്യം. അപ്പോൾ ഒരുത്തൻ വന്ന്, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു ബോധിപ്പിച്ചു. പടനായകൻ സേവകരുമായി ചെന്ന് ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലം പ്രയോഗിക്കാതെ അവന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്നു ന്യായാധിപ സംഘത്തിന് മുൻപാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചതും നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചും ഇരിക്കുന്നു. ധാരാളം ദിവസങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിഞ്ഞ സാധു കൊച്ചുകുഞ്ഞ്, ശ്രേഷ്ഠനായ ഒരു ഉപദേശി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നന്മകൾ പറഞ്ഞാലും തീരാത്ത അത്രയും അനുഭവങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. എന്നെ ഇത്രമാത്രം കരുതാൻ ഞാൻ എന്തുള്ളൂ അപ്പാ. എനിക്ക് വേണ്ടി ഇത്രമാത്രം ചരതിച്ചു വെക്കാൻ ഞാൻ എന്തുള്ളൂ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നീ അതിനാവശ്യമായ ദൈവകൃപ തന്ന്, സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ദൈവകൃപ തന്ന് എന്നെ നടത്തണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ കാരാഗ്രഹത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഇവർ പുറത്തു നിൽക്കുന്നത് അവരെ ഭയപരതന്ത്രരാക്കി. ദൈവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായി തീരും എന്ന് അവരെ കുറിച്ച് അഞ്ചലിച്ചു. നിങ്ങളെ വാക്യം പ്രത്യേകം ഓർത്തോ? ഇതെന്തായി തീരും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ ഒരുത്തൻ വന്ന്, നിങ്ങൾ തടവിൽ ആക്കിയ പുരുഷന്മാർ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു പ്രബോധിപ്പിച്ചു. പടനായകൻ സേവകരുമായി ചെന്നു. ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലം പ്രയോഗിക്കാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ നിർത്തി.
യുദ്ധത്തിന് പോയവരെ യുദ്ധക്കളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് വിസ്താര രംഗത്ത് നിർത്തി. എന്തേ കാരണം? അവർക്കില്ലാത്ത കഴിവുകൾ ഇവർ പ്രയോജനപ്പെടുത്തുകയാണ്. മറ്റൊരു വ്യക്തിക്കില്ലാത്ത ആ താല്പര്യങ്ങളും ഉത്സാഹങ്ങളും ഊതിക്കത്തിച്ച് മുൻപോട്ട് ഗമിക്കുകയാണ്. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഈ ദുരുപദേശം കൊണ്ട് യെരുശലേം നിറഞ്ഞിരിക്കുകയാണ്. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. അതാണ് അവരെ ഏറ്റവും കൂടുതൽ വലിയ കൂടത്തിനിടിക്കും പോലെയായിപ്പോയി. അവർ വളരെ ഭയപരവശരായിപ്പോയി. കാരണം അനന്യാസിന്റെയും സഫീറയുടെയും കുടുംബത്തിലേതെന്ന പോലെ പിറകെ ഉണ്ടാകുന്ന ഈ അനർത്ഥങ്ങൾക്ക് എന്താണ് പരിഹാരം? മഹാപുരോഹിതൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്താതെ കളഞ്ഞാൽ നാളെ നമുക്കത് നേടാനായിട്ട് കഴിയില്ല. നമ്മൾ ഉപദേശങ്ങളെ സൂക്ഷിക്കണം. യേശുവിന്റെ രക്തം സകല രോഗത്തിനും സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാകയാൽ അവന്റെ ജീവനും രക്തവും സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനായ സർവശക്തനായ കർത്താവ് മുഴുവനും നമ്മൾക്കായിട്ട് ഊറ്റിത്തന്നു എന്നുള്ള വസ്തുത മറക്കല്ലേ. അത്രമാത്രം അവൻ നമ്മളെ സ്നേഹിച്ചു പോയി. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. കണ്ടോ, ദുരുപദേശം കൊണ്ട് യെരുശലേമിനെ നിറച്ചു. ദുരുപദേശം നിറഞ്ഞു. എന്നാൽ അതിന്റെ നടുവിൽ അത്ഭുതങ്ങളിലൂടെ പുതിയ നിയമസഭയെ നിലനിർത്തുകയാണ്. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, നന്മകളിലൂടെ നിലനിർത്തുകയാണ്. തളർന്നു പോയവരെ, ക്ഷീണിച്ചു പോയവരെ ദൈവവചനം കൊടുത്ത് സമർത്ഥമായി നടത്തുന്നത് നമ്മൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും തന്റെ വലയാൽ ഉയർപ്പിച്ചിരിക്കുന്നു. നിയമങ്ങളും ചട്ടങ്ങളും പലപ്പോഴും മനുഷ്യത്വപരമായി നമ്മൾ ഇടപെടാറില്ല. എന്നാൽ അവ അനിവാര്യമാണ്. നമ്മളിവിടെ കാണുന്നത് ഈ ചട്ടങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് അവർ ജീവിക്കായകയാൽ അവർക്കൊരു മരണം സുനിശ്ചിതമാണെന്നും ഒരു അന്ത്യന്യായവിധി തരണം ചെയ്യേണ്ടി വരുമെന്നാണ് ഒരു ദീർഘമായ വാണിംഗ് ഇവിടെ നൽകുകയാണ്. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു. അത്രമാത്രം യേശുവിന്റെ രക്തത്തിന് ഡിമാൻഡായിരുന്നു. ആവശ്യക്കാർ ഏറെയായിരുന്നു. കേൾക്കാത്തതിന്റെ തകരാറല്ലാതെ നാളിന്നുവരെയും കേട്ടതിന് നാൾതോറും അഭിവൃദ്ധിയല്ലാതെ മറ്റൊന്നില്ല. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ദൂതൻ അവരെ വിടുവിച്ചു. എങ്കിലും പിന്നീട് അവരെ സന്നിധി സംഘത്തിന്റെ മുൻപാകെ ഹാജരാക്കി വിസ്തരിച്ചു. സദൂക്യർ വളരെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. അവരെ കൊണ്ടുപോയി നന്നായി വിസ്തരിച്ചു. അവർ നിറച്ച യഹൂദ പാരമ്പര്യപ്രകാരമുള്ള ദുരുപദേശങ്ങൾ
ഏത് വിധത്തിലും അതിനോട് പോരാടാൻ, അതിനോട് എതിർത്ത് നിൽക്കാൻ, പാരമ്പര്യത്തെ തച്ചുടയ്ക്കുന്ന വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ അവർ അതിനു വേണ്ടി ശ്രമിച്ചു. നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറഞ്ഞ ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു. ഇതിൽ ഞങ്ങൾക്ക് ലെവലേശം ദുഃഖമില്ല, ഞങ്ങൾക്കിതിൽ പ്രായശ്ചിത്തമില്ല, ഞങ്ങൾക്കിതിൽ ഒരു സഹതാപവുമില്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് അവർ പറയുകയാണ്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തൂക്കിക്കൊന്ന് കല്ലറയ്ക്കകത്ത് വെച്ച ആ യേശുവിനെ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് പാതാള പർദീസായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെ ദൈവിക കൽപ്പനകളെ അനുസരിക്കാനുള്ള പ്രതിബദ്ധതയോടെ, ആ ഒരു സന്ദേശത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെ അവനെ മരത്തിൽ ക്രൂശിച്ചതോടുകൂടി ശപിക്കപ്പെട്ട ശാപഗ്രസ്തന്മാരുടെ കൂട്ടത്തിൽ അവനെ എണ്ണി. ഇവിടെ 19-ാമത്തെ വാക്യത്തിൽ 29-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഗമാലിയേലിന്റെ ഒരു വാക്കുണ്ട്, അത് ശ്രദ്ധിക്കണം. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്ന് അവർ പറയുമ്പോൾ ഗമാലിയേലിന്റെ സാരോപദേശം ഇങ്ങനെയാണ്: അവരെ ഇപ്പോൾ തൂക്കിക്കൊല്ലേണ്ടതില്ല. വളരെ പ്രസിദ്ധനായ, അംഗീകരിക്കപ്പെടുന്ന ഒരാളായിരുന്നു. 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാം. പരീശന്മാരുടെ ഇടയിലെ ഒരു ഉപദേഷ്ടാവായിരുന്നു ഗമാലിയേൽ. യഹൂദ റാബിയായ ഹില്ലേലിന്റെ യഹൂദ ഗുരുവായ ഹില്ലേൽ എന്ന് പറയുന്ന യഹൂദ ഗുരുവിന്റെ പൗത്രനായിരുന്നു ഈ ഗമാലിയേൽ. ലൂക്കോസ് 2:25 മുതൽ 35 വരെ. ശീമോന്റെ മകനായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ചെറുപ്പകാലത്ത് ന്യായപ്രമാണം അഭ്യസിച്ചത് ഈ മതനേതാവായ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്നാണ് പഠിച്ചത്. അപ്പോസ്തലപ്രവൃത്തികൾ 22:3. സന്നിധിയും സംഘത്തിലെ ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും മറ്റുള്ളവരെക്കാൾ തുറന്ന മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നു ഗമാലിയേൽ. യഹൂദന്മാരുടെ മധ്യത്തിൽ വളരെ ബഹുമാനിതനായ വ്യക്തിയായി പരിലസിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്റെ അഭിപ്രായത്തെയും സന്നിധി സംഘം അംഗീകരിച്ചിരുന്നു. ഇവിടെയും അംഗീകരിക്കുകയാണ്. സന്നിധി സംഘത്തിലെ പരീക്ഷപക്ഷത്തിന്റെ നേതാവായിരുന്നു ഗമാലിയേൽ എന്ന് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ശാസ്ത്രിമാർ, പരീശന്മാർ, സാധുക്യർ, ഗ്രൂപ്പുകൾ, ഇങ്ങനെ പല വിഭാഗത്തിലുള്ള ആളുകൾ യഹൂദന്മാരിൽ ചേരി തിരിഞ്ഞ് നിലനിന്നിരുന്നു. ന്യായാധിപ സംഘത്തിൽ പരീശന്മാർ ന്യൂനപക്ഷമായിരുന്നുവെങ്കിലും അവരുടെ അഭിപ്രായത്തെ ഭൂരിപക്ഷമായ സദൂക്യർ ഒരളവോളം വളരെ ആദരിച്ചിരുന്നു. യെരൂശലേം നഗരം നശിപ്പിക്കപ്പെടുന്നതിന് ഏകദേശം 16 വർഷം മുമ്പ് AD 52 ഗമാലിയേൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരായിരുന്നു ഗമാലിയേൽ? പരീശന്മാരുടെ ഇടയിൽ ജ്ഞാനമുള്ള ഒരു 2 റബിയായ ഹില്ലേലിന്റെ പൗത്രനായിരുന്നു. മറ്റുള്ളവരെക്കാൾ തുറന്ന മനസ്സുള്ള ഒരാളായിരുന്നു ഗമാലിയേൽ. മറ്റൊന്ന്,
യഹൂദന്മാരുടെ മധ്യത്തിൽ ബഹുമാനിതനായിരുന്നു ഗമാലിയേൽ. ബഹുമാനിതനായ വ്യക്തിയായിരുന്നു ഗമാലിയേൽ. മറ്റൊന്ന്, ഗമാലിയേലിന്റെ എല്ലാ അഭിപ്രായങ്ങളും സന്നിധി സംഘം അംഗീകരിച്ചിരുന്നു. ഗമാലിയേൽ മരിച്ചത് യെരൂശലേം നശിപ്പിക്കപ്പെടുന്നതിന് ഏകദേശം 18 വർഷം മുൻപ്, അഥവാ AD 52 ഗമാലിയേൽ മരിച്ചു. ഈ ഗമാലിയേലിന്റെ കീഴിലിരുന്നാണ് പൗലോസ് ദൈവവചനം പഠിച്ചത്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇവിടെ 2 വ്യക്തികളുടെ പേര് പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. ഒന്ന് യൂദാസ്, 2 യൂദ. 5:36-37. യൂദാസ് എന്നവൻ, ഈ നാളുകൾക്ക് മുൻപേ യൂദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നു. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും പിന്നീട് ഒന്നുമില്ലാതാകുകയും ചെയ്തു. 2 പേര്, യൂദാസ് എന്നും യൂദ എന്നും 2 പേരുണ്ട്. ഇവരെ കുറിച്ച് കാര്യമായ വിശദീകരണങ്ങളൊന്നും വേദപുസ്തകത്തിലില്ല. എന്നാൽ ചരിത്രകാരന്മാരുടെ എഴുത്തുകളിൽ നിന്നും നമുക്ക് ഇവരെ കുറിച്ച് ചില അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗലീലക്കാരനായ യൂദായുടെ വിപ്ലവം ഉണ്ടായത് ഏകദേശം AD 6 യഹൂദന്മാരും റോമാക്കാരുടെയും ഇടയിൽ വലിയൊരു വിപ്ലവം ഉണ്ടായി AD 6. ആ വർഷം സിറിയൻ ഗവർണറായിരുന്ന ക്വിറീനിയോസ് റോമൻ പ്രവിശ്യയായ യഹൂദയിൽ ജനസംഖ്യാ കണക്കെടുക്കുവാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. യഹൂദന്മാരിൽ നിന്നും നികുതി പിരിക്കുക എന്നതായിരുന്നു ആ ജനസംഖ്യാ കണക്കെടുപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിനെതിരെ യൂദ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. റോമൻ ഗവൺമെന്റിനെതിരായി വിപ്ലവം സംഘടിപ്പിച്ച യൂദ വളരെ ശക്തമായി മുന്നോട്ട് പോയി. എങ്കിലും അവസാനം റോമൻ ഗവൺമെന്റ് ആ വിപ്ലവത്തെ അടിച്ചമർത്തി. അത് സംബന്ധിച്ചാണ് ഇവിടെ ഗമാലിയേൽ പറയുന്നത്. ഈ യൂദയുടെ അനുയായികളാണ് യഹൂദന്മാരുടെ ഇടയിലെ എരിവുകാർ. എരിവുകാർ എന്ന് പറയുന്നത് ഈ വിപ്ലവം റോമൻ ഗവൺമെന്റിനെതിരെ നയിച്ച യൂദയുടെ അനുയായികളാണ് എരിവുകാർ. എന്നാൽ 36-ാമത്തെ വാക്യത്തിൽ പറയുന്ന യൂദാസ് എന്നയാൾ AD 4 മഹാനായ ഹെരോദാവിന്റെ മരണശേഷം പാലസ്തീനിൽ വിപ്ലവം നടത്തിയ ആളാണ്. AD 4 പാലസ്തീനിൽ അവനെയും അവന്റെ അനുയായികളെയും റോമൻ ഭരണകൂടം നശിപ്പിച്ചു. അങ്ങനെ 2 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവരാണ് യൂദാസും പിന്നെ യൂദായി. അവരുടെ ആ വിപ്ലവം എന്ത് ചെയ്തു? നിലനിന്നില്ല, ചിതറിപ്പോയി. ഇനി നിങ്ങൾ അടുത്ത 38-ാം വാക്യം നോക്കണം. ആ 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഗമാലിയേൽ അവരോട് പറയുകയാണ്, ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ റോമൻ ഭരണകൂടത്തിനെതിരെ യൂദാസും യൂദയും നയിച്ച 2 വിപ്ലവങ്ങൾ നശിച്ചു പോയതുപോലെ ഇതും മാനുഷികമായ പ്രവൃത്തികളാണെങ്കിൽ നശിച്ചു പോകുമെന്ന് സന്നിധ്യം സംഘത്തെ ഗമാലിയേൽ പഠിപ്പിച്ചെടുത്തു. നിങ്ങൾ ദൈവത്തോട് പോരാടും എന്ന് വരരുതല്ലോ.
അതുകൊണ്ട് അവരെ വിട്ടേക്കൂ. മാനുഷികമെങ്കിൽ നശിച്ചു പോയിക്കൊള്ളും. അങ്ങനെ ഗമാലിയേലിനെ സന്നിധി സംഘത്തിലെ പ്രമുഖന്മാർ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു, ചേർത്ത് നിർത്തി നല്ല അടി കൊടുത്തിട്ട് പറഞ്ഞു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിടുവിച്ചു. ആരാണ് സമയോചിതമായിട്ട് ഇടപെട്ടത്? ഗമാലിയേല. ഗമാലിയേലിന്റെ ഉദാഹരണ സഹിതമുള്ള പ്രയോഗം സന്നിധി സംഘം അവരെ വിടുവിക്കാൻ കാരണമായി തീർന്നു. തിരുനാമത്തിന് വേണ്ടി അപവാദം സഹിപ്പാൻ യോഗ്യരായി എണ്ണുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തെ പ്രതി അപമാനിക്കപ്പെടുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും സന്തോഷിക്കുന്ന ഒരു കൂട്ടം. പ്രൈസ് ദി ലോർഡ്. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, അവരുടെ മാതൃകൾ പിന്തുടരാം. ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ കേട്ടോളണം, ദിനം പ്രതി ദൈവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തു. ഒരടി കൊണ്ടോ ഒരു തടവ് കൊണ്ടോ ഒരു ജയില് കൊണ്ടോ ഒന്നും തീരുന്നതല്ല ഈ വിപ്ലവം. ത്യുദാസിന്റെയും യൂദയുടെയും വിപ്ലവ പ്രസ്ഥാനം പോലെ നശിക്കുന്നതല്ല ഇത്. അടിയുടെ മുൻപിലും വെടിയുടെ മുൻപിലും പരിഹാസത്തിന്റെ മുൻപിലും പീഡയുടെ മുൻപിലും തളരാത്തതാണ് ഈ പ്രസ്ഥാനം. 2000 വർഷം പിന്നിട്ടിട്ടും ഇന്നും സമർപ്പിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ തളരാതെ നിൽക്കുന്ന അനിതര സാധാരണമായ വീര്യത്തോടെ ഭാരതത്തിന് പുറത്തും അവന്റെ സഭയെ വളർത്താൻ ഉള്ള വ്യഗ്രതയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ സമൂഹം, ആ സമൂഹത്തിൽ പടയണി ചേരാൻ ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. നമുക്ക് നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൽ ആനന്ദിക്കാനുള്ള മനസ്സും കൃപയും വലിയവനായി ദൈവം തരട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായി ദൈവമേ, സ്വർഗ്ഗസ്ഥനായ അങ്ങ് നൽകിത്തുന്ന ഈ സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. ഇനി വചനം കേട്ട എല്ലാവരെയും സർവശക്തനായ ദൈവമേ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അപമാനവും നിന്ദയും പീഡയും വരുമ്പോൾ അത് അപമാനിക്കപ്പെടാനും നിന്ദിക്കപ്പെടാനും ഞങ്ങളെ യോഗ്യരായിട്ട് എണ്ണിയല്ലോ എന്നുള്ള വലിയ സന്തോഷത്തോടെ ജീവിപ്പാൻ കൃപ തരണമേ. അങ്ങയുടെ കരങ്ങളിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സവിനയം സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.